ഹലോ എവരി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് നല്ല അടിപൊളി ഒരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് എങ്ങനെ മത്തിക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇന്നെനിക്ക് നല്ല ചെറിയ മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പീരയൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെയുള്ള മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു, മുളകിട്ടിട്ട്. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമുക്ക് പിന്നെ കടുക് ഇട്ട് കൊടുക്കാം, അതിൻ്റെ കൂടെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ അത് നല്ല പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് ഇന്ന് ഞാൻ ചതച്ചല്ല എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്. പിന്നെ ഇന്ന് കാന്താരി മുളകാണ് ഇടുന്നത്. അപ്പോൾ കാന്താരി മുളക് നല്ല വെള്ളക്കാന്താരി ഉണ്ട് വീട്ടിൽ, അതാണ് ഇടുന്നത്. അതൊരു 4-5 ഇട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം എരിവുണ്ടാകും, പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇത്തിരി കളറ് വ്യത്യാസമുണ്ട്, കാരണം ഫ്രഷ് കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വീട്ടിലുണ്ടായിരുന്ന തന്നെ ഇത്തിരി ഉണങ്ങിയിട്ടുണ്ട് കറിവേപ്പില, എന്നാലും കറിവേപ്പില തന്നെയാണല്ലോ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളറ് കിട്ടും കറിക്ക്. തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കറി മൊത്തത്തിൽ കുളമാവും. അപ്പോൾ അത് നല്ലപോലെ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന പോലെ പൊടികൾ മൂത്ത് കിട്ടുന്ന മണം അറിയാമല്ലോ. അപ്പോൾ അതുവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറിയതായിട്ട് ഗ്രേവി പോലാക്കിയിട്ട് ബാക്കിയും കൂടി കുടംപുളിയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ചാറ് വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചിട്ട് ചാറ് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും തക്കാളി ഒന്നും ഇട്ടുണ്ടാവില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്, ഞാൻ ഇടലുണ്ട് കേട്ടോ. വട്ടത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പിടാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചെറിയ മത്തി ആയതുകൊണ്ട് മുറിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 അയലയും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഏകദേശം നല്ല 750 ഗ്രാം മീനുണ്ട്. അപ്പോൾ ചെറിയ മീനാണ്. അപ്പോൾ ഞാനത് മുറിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ മീൻ നല്ലപോലെ നിരത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇനി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തവിയിട്ട് നല്ലപോലെ കുത്തി ഇളക്കരുത്, അപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇനി ഇപ്പോൾ ഏകദേശം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിള വരുന്നുണ്ടോ എന്ന് നോക്കാം. മീൻ വേകാൻ അധികം സമയം വേണ്ട കേട്ടോ, 10 മിനിറ്റ് മതി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ മീൻ കറിയുടെ. അപ്പം ഞാനിതിൻ്റെ കൂടെ കപ്പ വേവിച്ചതും ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കൊന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഏകദേശം മീനിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഏകദേശം മീനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് സൈഡത്തേക്കൊന്ന് നമുക്കൊന്ന് ശരിയായി കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ചാറ് എത്ര കുറുകണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്, മത്തിക്കറി റെഡി ആയിട്ടുണ്ട്, മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റ് ബഡ്സ് ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയാണ്, ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
അത് മീൻ കറിക്കൊരു പ്രത്യേക മണം തരും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ ഒരു ടെക്നിക്കാണ്, നമുക്ക് മീൻ കറീനെ ഒന്നും കൂടി മനോഹരമാക്കാനുള്ള ടെക്നിക്കുകളാണ്. അളവുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ എഴുതി വിടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അളവൊന്നും മാറിപ്പോവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ പറയണം കേട്ടോ, ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമുക്കിതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ക്രിസ്മസൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.